ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബൊഗീൻവില്ല പ്ലാന്റ്സ് ആണ്. അതായത് കടലാസ് പൂക്കൾ, പേപ്പർ ഫ്ലവർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കടലാസ് പൂക്കൾ കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഒന്നും പൂക്കൾ ഉണ്ടാവുന്നില്ല, ഇലകൾ മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന 5 ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതുകൂടാതെ എന്താണ് പ്രൂണിങ് എപ്പോഴാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയൊരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഒരുപാട് ടൈമൊന്നുമില്ല എങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു കാര്യം പറയട്ടെ. കടലാസ് പൂക്കൾക്ക് അതായത് ബൊഗൻവില്ല പ്ലാന്റ്സിന് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വേണം കേട്ടോ. ചിലതിലൊന്നും പൂക്കൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഡിസംബർ മാസമായിട്ടുണ്ട്. നമുക്ക് നല്ല നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ ഈ ഒരു ബൊഗൻവില്ല പ്ലാന്റ്സ് നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. കാരണം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ ഒരു വീട്ടിൽ ഞാൻ പോയപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പൂക്കളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പോയൊക്കെ പൂക്കളില്ല. നോക്കുമ്പോൾ അവരെ മുറ്റത്ത് തീരെ വെയിലില്ല കേട്ടോ. ഫുള്ള് തണലാണ്. അതുകൊണ്ട് ഒരിക്കലും അതിൽ പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ നമ്മുടെ ബൊഗൻവില്ല പ്ലാന്റ്സ് നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയേക്കാം. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണ് പ്രൂണിങ്, അതായത് നമ്മുടെ ബൊഗൻവില്ല പ്ലാന്റ്സ് നമുക്കറിയാം ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴേക്ക് നമുക്ക് പൂവിടാൻ തുടങ്ങും അല്ലേ. അപ്പോൾ സെപ്റ്റംബർ തൊട്ടിട്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ തൊട്ടിട്ട് നമുക്ക് പൂവിട്ടാൽ അത് ജൂൺ വരെ നമുക്ക് പൂവുണ്ടാവും. 3 ബാച്ചായിട്ടാണ് ആ പൂക്കൾ ഉണ്ടാവുക കേട്ടോ. ആദ്യം നമുക്ക് പൂക്കൾ ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസത്തിൽ വീണ്ടും പൂക്കൾ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് നമുക്ക് വീണ്ടും പൂക്കൾ. അങ്ങനെ 3 ബ്രാഞ്ചായിട്ടാണ് 3 സമയത്താണ് നമുക്കിതിൽ പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ. അതായത് സെക്കൻഡ് ഫ്ലവറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ബൊഗൻവില്ല പ്ലാന്റ്സിൻ്റെ ഒത്തിരി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാർഡ് ബ്രൂണിങ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ മഴക്കാലത്തിന് മുമ്പ് മഴക്കാലത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഹാർഡ് ബ്രൂണിങ്. എന്താണ് ഹാർഡ് ബ്രൂണിങ് അല്ലേ? ഹാർഡ് ബ്രൂണിങ് എന്താണെന്ന് പറയാം. അതായത് നമ്മൾ ഒരു മെയിൻ കമ്പ് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാ കമ്പും കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഹാർഡ് ബ്രൂണിങ് എന്ന് പറയുന്നത്. മെയിൻ കമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്യണം. പിന്നെ അടുത്ത് നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യേണ്ടത്. സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഹാർഡ് പ്രൂണിങ് ആണ്. അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യണം. അതുപോലെ ജൂണിൽ നമ്മൾ പൂക്കളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഹാർഡ് പ്രൂണിങ് ആണ്. അതിനിടയ്ക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വർഷത്തിൽ നമുക്ക് 2 അല്ലെങ്കിൽ 4 5 പ്രാവശ്യം നമുക്കിങ്ങനെ 2 ഹാർഡ് പ്രൂണിങ് 2 3 സോഫ്റ്റ് പ്രൂണിങ് നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ, എങ്കിലേ നമുക്ക് പൂക്കണ്ട. അപ്പോൾ എന്താണ് പ്രൂണിങ് എന്ന് മനസ്സിലായത്? ഇതാണ് നമ്മൾ ബൊഗൻവില്ല പ്ലാന്റ്സിന് മസ്റ്റായി ചെയ്യേണ്ടതാണ് ഈ പ്രൂണിങ് കേട്ടോ. ഹാർഡ് പ്രൂണിങ്ങോ സോഫ്റ്റ് പ്രൂണിങ്ങോ എന്താണ് നമ്മൾ ചെയ്യണം. പിന്നെ ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് നമുക്ക് ഈ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ദിവസവും വെള്ളം നനച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മൾ 2 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ നനച്ച് കൊടുത്താൽ മതി. നമ്മൾ ഒരുപാട് നനച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾ കുറഞ്ഞിട്ട് ഇലകളായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം സൺലൈറ്റും പറഞ്ഞ് അപ്പോൾ എന്ത് വളമാണ് കൊടുക്കുന്നത് പറയട്ടെ. ഫസ്റ്റ് നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്തത്, അതായത് നമ്മൾ സെപ്റ്റംബർ ഫസ്റ്റിൽ നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇതൊക്കെ എന്താ പറയുക, കുറച്ച് മേൽമണ്ണൊക്കെ ചട്ടിയിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിൽ ചാണകപ്പൊടിയും ചാരവും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് എല്ലുപൊടിയും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അത് 3 മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ അത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ ചാണകപ്പൊടി എന്തായാലും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വേര് പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബൊഗൻവില്ല പ്ലാന്റ്സ്. അപ്പോൾ കുറച്ച് മേലെ വേരും മണ്ണൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഒരു 15 20 ദിവസം കഴിഞ്ഞതിന് ശേഷം കഞ്ഞിവെള്ളത്തിൽ നമുക്ക് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടി കുതിർത്ത് വെച്ചിട്ട് ഒരു 3 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതെടുത്തിട്ട് നമുക്ക് പിന്നെ നന്നായിട്ട് അതിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്തിട്ട് അരിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന് മൊത്തം നമുക്ക് എല്ലാ കടലാസ് ചെടികൾക്കും ബൊഗൻവില്ല പ്ലാന്റ്സിനും നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അത് 20 ദിവസം കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്തത് കൊമ്പും ചില്ലൊക്കെ വന്ന് ഇലകളൊക്കെ വന്ന് ഈ രണ്ടാമത്തെ വളം അതായത് വേപ്പിൻ പിണ്ണാക്കൊക്കെ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടായി വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പൂക്കൾ കുറച്ച് വരുന്ന സമയത്ത് നമ്മൾ NPK 19 എന്നുള്ള വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇലയിലും പൂക്കളിലും ഈ വേരിലും തണ്ടിലും ഒക്കെ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് അത് നമ്മൾ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് കുറേയൊക്കെ പൂക്കൾ വരും. ആ ഫ്ലവറിങ് നന്നായിട്ട് വരുന്ന സമയത്ത് നമ്മൾ
നമ്മൾ എന്ത് ചെയ്യണം, DAP ഒന്നും ഈ പറയുന്ന ഒന്നും ഒന്നിച്ച് കൊടുക്കരുത് കേട്ടോ. ഒന്നിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി ഉണങ്ങിപ്പോകും. ഞാൻ പറഞ്ഞു 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസം വിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് DAP ഇട്ട് കൊടുക്കാം. DAP ഈ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് മണ്ണ് ഇളക്കിയിട്ട് നമുക്ക് ചട്ടിയുടെയും പിന്നെ പ്ലാന്റ്സിൻ്റെയും വലിപ്പം അനുസരിച്ചിട്ട് ആ തരിതരിയായിട്ടുള്ള നമുക്കറിയാം വെളുത്ത തരിയുണ്ട് കറുത്ത തരിയുണ്ട്. അപ്പോൾ നമുക്ക് DAP ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പൂക്കളൊക്കെ ഉണ്ടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ബാസോക്കോട്ട ഫെർട്ടിലൈസർ ഇതുപോലെ തരികൾ ഇട്ട് കൊടുക്കുക. എല്ലാം ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ, എല്ലാം ഒരുമിച്ച് കൊടുക്കരുതും. എല്ലാം വിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ചട്ടിയിൽ നടുന്ന ചെടി ബൊഗൻവില്ല പ്ലാന്റ്സ് ആണെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ. കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ പൂക്കൾ ഉണ്ടാവും. അല്ലാതെ എൻ്റെ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വളങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പം പ്രൂണിങ്ങോ ഇങ്ങനെ വളം കൊടുത്തിട്ട് നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. നിറയെ പൂക്കൾ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നന്നായിട്ടൊന്ന് വളം കൊടുത്തു നോക്കി. അതുപോലെ വെള്ളം ഒരുപാട് കൊടുക്കാതിരിക്കുക, നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് വയ്ക്കുക. ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകുന്നൊരു ചെടിയാണ്. നമുക്ക് ഒക്ടോബറിൽ അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ നമുക്ക് മെയ്യിലൊക്കെ നമുക്ക് സോഫ്റ്റ് പ്രൂണിങ് ചെയ്തും കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളിൽ നല്ല നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.